ഹായ്, അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു എഗ്ലെസ് മുട്ടയില്ലാത്ത ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. ഇതിനകത്ത് ബട്ടറോ കണ്ടൻസ് മിൽക്കോ എണ്ണയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. മൈദ, ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് മൈദ ഇടാം. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഈ കേക്കുകളിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണമെന്ന് റെസിപ്പിയിൽ പറയുന്നുണ്ടെങ്കിൽ രണ്ടും യൂസ് ചെയ്യണം. ഒരെണ്ണം മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്കിനി ഒരു 3 തവണ അരിച്ചെടുക്കാം. ഇതിനകത്ത് നമ്മൾ മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മൈദയിലോട്ടൊക്കെ നന്നായിട്ട് എയർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 പ്രാവശ്യം ഇതുപോലെ അരിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തിരിക്കുന്ന തൈരാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കാവുള്ളൂ. ഇതിനകത്തോട്ട് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാര പൊടിച്ചത്. പഞ്ചസാര അളന്നിട്ട് പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചതാണേ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒരുപാട് സമയം ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ആ പഞ്ചസാരയും തൈരും കൂടി നല്ലോണം അങ്ങ് മിക്സായി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. തൈരിട്ട കട്ടയൊന്നും ഇല്ലാതെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് റെഡിയായി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ എസൻസും വാനില എസൻസും എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടീ കേക്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുണ്ടാവും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ കേക്ക് ടേസ്റ്റി ആയിരിക്കും. അതല്ല വാനില എസൻസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഏതാണോ കയ്യിലുള്ളത് അത് എടുത്താൽ മതി. ഞാൻ സാധാരണ പൈനാപ്പിൾ എസൻസും വാനില എസൻസും കൂടി മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. രണ്ടും കുറച്ച് കുറച്ച് ചേർക്കും. അപ്പോൾ എത്ര ചേർക്കണം, ഓരോന്നും എത്ര ചേർക്കണം എന്നുള്ളത് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീഡിയോയുടെ താഴെ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതൊരു പാനിൽ 1 കപ്പ് പാലൊഴിക്കാം. അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേക്കിൽ ബട്ടറും ഓയിലും ഒന്നുമില്ല. 4 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. പാല് നല്ലോണം ഒന്ന് ചൂടായാൽ മതി. ആ ചൂട് പാലാണ് നമ്മൾ കേക്ക് ബാറ്ററിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പാല് ചൂടായി, ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പഞ്ചസാരയും തൈരും ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഈ മൈദയും പാലും കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. പാല് ആ ചൂടോടുകൂടി തന്നെയാണ് ചേർക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം കുറച്ച് മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്. പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ കേക്ക് ഒത്തിരി അങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ചൂട് പാല് ചേർക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും പാലും ഫുൾ ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇതാ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി, കണ്ടോ, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. ബട്ടർ പേപ്പർ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. നല്ലൊരു പേപ്പറും കുറച്ച് എണ്ണയും മാത്രം മതി. അതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് യൂട്യൂബിലുണ്ട് കേട്ടോ, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പാനിലോട്ട് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവേ. എയർ ബബിൾസ് പോകാനായിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്തു. അപ്പോൾ ഞാനിന്ന് സ്റ്റൗവിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാന് നന്നായിട്ടൊന്ന് ചൂടാക്കാം 5 മിനിറ്റ്. അതിനകത്ത് ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിയൊക്കെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ വെക്കുമ്പോൾ ഇത് റെഡി ആയി കിട്ടും. ചിലപ്പോൾ 5-10 മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം.
ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മുതൽ 30 മിനിറ്റ് വരെ തന്നെ ബേക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് കേക്ക് കറക്റ്റ് അരമണിക്കൂറിൽ 30 മിനിറ്റിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് പാനിൻ്റെ സൈസിനനുസരിച്ചൊക്കെ ബേക്കിംഗ് സമയത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത്. കേക്ക് തണുത്ത് കഴിയുമ്പോൾ പാനിന്ന് മാറ്റാം. കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ മുട്ട ഒന്നും ചേർക്കാതെ എഗ്ലെസ് കേക്കിൻ്റെ റെസിപ്പീസ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. കണ്ടോ, ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു റെസിപ്പി അല്ലേ. ഓവൻ ഇല്ല, ബീറ്റർ വേണ്ട, ബട്ടറോ കണ്ടൻസ് മിൽക്കോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിൻ്റെ തന്നെ മുട്ട ചേർത്തിട്ട്, മുട്ടയും ബട്ടറും ഒക്കെ ചേർത്തിട്ടുള്ള ടീ കേക്കിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് അത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.